കിട്ടാനൊന്നും വലിയ ആർത്തിയുള്ള ഒരാളല്ല ഞാൻ. അങ്ങനെ ആയിരുന്നു എങ്കിൽ ഞാൻ ഈ ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ എൻ്റെ നഷ്ടങ്ങൾക്ക് ഞാൻ നഷ്ടപരിഹാരത്തിന് കൊടുത്തന. അതിൽ ഞാൻ നഷ്ടപരിഹാരം കൊടുത്തില്ല. എൻ്റെ ഒരു മോൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതെല്ലാവർക്കും അറിയില്ലേ, നജിലാഷ ഇവിടെ വീഡിയോ ഞാൻ ചെയ്യണ്ടെന്നെല്ലാം വിചാരിക്കും. പക്ഷേങ്കിൽ ഓരോരാളെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ തോന്നില്ല. അതുകൊണ്ട് വേണ്ടിയിട്ട് ഞാൻ പറയുന്നതാണ്. എന്ന് വെച്ചാൽ ഇവളിപ്പം പറഞ്ഞു നഷ്ടപരിഹാരത്തിന് ആദ്യത്തെ ഭർത്താവിൽ നിന്ന് നഷ്ടപരിഹാരം ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേങ്കിൽ അതിലെനിക്കൊരു മോളുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത്. അപ്പോൾ ഇപ്പം അവൾക്ക് ചോദിക്കാതിരുന്നത് വൻ നഷ്ടമായിട്ട് തോന്നും. കാരണം ഇപ്പം മോള് ഇവളപ്പരുമില്ല, മോള് ഇവളെ ഉമ്മാൻ്റെ ഒന്നിച്ചുള്ളത്. അത് ഒരു സാഹചര്യത്തിൽ മോള് നിന്നെ വിട്ട് നിൻ്റെ ഉമ്മാരടുത്ത്, നിൻ്റെ സ്വന്തം പെറ്റ ഉമ്മാരടുത്തല്ലേ പോയിന്, ആ ഉമ്മാരടുത്ത് പോയിട്ടാണ് ഇപ്പം ഇവർ രണ്ടാളും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ആ ഒരു മോൾക്ക് വേണ്ടിയിട്ട് ഇവളും ഉമ്മയും കൂടി ഫൈറ്റ് ചെയ്യുന്നു. നിൻ്റെ മോൾക്ക് അവിടെയാണ് നിൽക്കാൻ ഇഷ്ടമെങ്കിൽ നീ അവിടെ ജീവിക്കാൻ സമ്മതിക്കുക. എന്നിട്ട് അവർ പറയുന്നതിനൊന്നും ഒരു മറുപടിയായിട്ടൊന്നും പറയാതിരിക്കുക. പണ്ടത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട്, 2 കൈ മുട്ടിയാലും ഒച്ചാവും, 1 കൈ മുട്ടി ഒരിക്കലും ഒച്ചാവൂല നജില എന്ന് വിചാരിച്ചു. ഇതിപ്പോൾ വേറൊന്നുമല്ല, ഒന്നുകിൽ ഞാൻ ഒരു മകളെ കെട്ടിക്കുമ്പോൾ തള്ളമാരും സ്വർണ്ണമൊക്കെ ഇട്ട് കെട്ടിക്കും. എത്ര പാവങ്ങളായാലും 5 പവനെങ്കിലും ഇട്ട് കെട്ടിക്കും. അത് തിരിച്ച് എപ്പോഴും വന്ന് ചോദിച്ചു മേടിപ്പും അതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു മകളുടെ ചെയ്യുന്നൊരു ക്രൂരതയാണ്. എനിക്ക് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. എന്നെ എല്ലാവരും മുമ്പ് കൈനീട്ടിയാണ് എൻ്റെ ഉമ്മ കെട്ടിച്ചത്. മുമ്പത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് നജില. കാരണം വെച്ചാൽ പല ആൾക്കാരോടും കൈനീട്ടിട്ട് തന്നെയായിരിക്കും അവനവൻ്റെ മക്കളെ ഓരോ വഴിക്കാക്കിയിട്ടുണ്ടാകുക. പക്ഷേങ്കിൽ ഇപ്പം പടച്ചവർ റഹ്മത്ത് കൊടുക്കുന്നത് കൊണ്ട് ആരും അങ്ങനെ മുമ്പിൽ ഒരു കൈ നീട്ടാറില്ല. പിന്നെ ആരും കൈ നീട്ടാത്തത് ഇപ്പം കല്യാണം കഴിക്കാൻ വരുന്ന ചെറുക്കന്മാർക്ക് അങ്ങനത്തെ ഒരു ഡിമാൻഡും ഇല്ല. മുമ്പത്തെ കാലം ഇങ്ങനെയല്ല. മുമ്പത്തെ കാലം ഒരു പെണ്ണിനെ ഒരു ചെക്കൻ അന്വേഷിക്കുമ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ആ ഡിമാൻഡ് അന്നത്തെ കാലം അത് അങ്ങനെയാണ്, സമ്മതിക്കാണ്ട് നിൽക്കാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഇപ്പം എന്താ പറയുക, സ്ത്രീധനം ചോദിക്കുന്നത് തന്നെ കുറ്റകരമാണ്. നിൻ്റെ ഉമ്മ പല ആൾക്കാരോടും കൈനീട്ടിയിട്ടാണ് നിന്നെ കല്യാണം കഴിപ്പിച്ചെങ്കിൽ അത് നിങ്ങളെ കുടുംബങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമാണ്. അതൊരിക്കലും ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയരുത്. ഇതിപ്പം നിൻ്റെ പല്ലി കുത്തിയിട്ട് നീ ആൾക്കാരെ നാട്ടുന്ന പോലെയായി. ഈ ഒരു യൂട്യൂബും പ്ലാറ്റ്ഫോമെന്നല്ല ഈ ലോകത്ത്. നമുക്ക് മരിച്ചിട്ട് പോകണം. ഒരിക്കലും നീ ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ സ്വന്തം ഉമ്മാനെ ഉപ്പാനെ ഒന്നും കുറ്റം പറയരുത്. കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഇതിനുള്ള ശിക്ഷ നമുക്ക് പരലോകത്ത് പോയാൽ അനുഭവിക്കേണ്ടി തന്നെ വരും. അതുപോലെ എൻ്റെ മസ്റുമോൾ അങ്ങനെ കെട്ടിക്കരുതെന്നൊരു നിയ്യത്ത് എന്നിലുണ്ടായിരുന്നു. പക്ഷേ മോളെ വെച്ച് നിങ്ങൾ എൻ്റെ കൂടെ വാശി തീർക്കരുത്. മോളെ വെച്ചിട്ട് ചെയ്യുന്ന വീഡിയോസുകളായാലും മോളെ വെച്ചിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ അറിഞ്ഞൂടെന്ന് ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. നജിലാൻ്റെ ഉമ്മാക്ക് യൂട്യൂബ് നോക്കാനോ ആക്കാനോ അറിയില്ലാന്ന് മുമ്പേ ആരും അറിഞ്ഞിട്ടില്ല. ഇപ്പം നീ ഇത് പബ്ലിക്കിൽ വന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അറിഞ്ഞു. അല്ലാണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഈ യൂട്യൂബും വാട്സപ്പൊക്കെ നോക്കാൻ അറിയാത്ത ആൾക്കാർ വളരെ ദുർലഭമാണ്. അതറിയില്ല എന്നുണ്ടെങ്കിൽ അത് നീ മനസ്സിൽ മൂടി വെക്കണം. ഇങ്ങനെ പബ്ലിക്കിൽ വന്നിട്ടല്ല പറയേണ്ടത്. നിങ്ങൾക്ക് യൂട്യൂബ് നോക്കാൻ അറിയില്ല, ആക്കാൻ അറിയില്ല എന്ന് എല്ലാവർക്കും അറിയാം. ആർക്കറിയാം? ഇപ്പം നീ പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാം. എൻ്റെ ഉമ്മക്ക് യൂട്യൂബ് നോക്കാനോ വീഡിയോ ഇടാനോ അറിയില്ല. നിങ്ങൾ ഈ യൂട്യൂബിൽ ക്യാമറ ഓൺ ചെയ്ത് തരുന്നതും നിങ്ങൾക്ക് ഈ ടൈപ്പ് ചെയ്ത് തരുന്നതും നജില നീ എന്ന് പറയുന്നതും ഒരു 11 വയസ്സുള്ളൊരു കുട്ടിയാണ്. ഇവളിപ്പോൾ പറഞ്ഞ 11 വയസ്സുള്ള കുട്ടി ആരുതാന്നല്ലോ, ഇവളുടെ മസ്റൂറാന്ന് പറയുന്ന കുട്ടിയാണ്. അത് നിൻ്റെ വളർത്തു ദോഷം കൊണ്ടാണ് ഇപ്പം സ്വന്തം നിൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയി നിന്നിട്ട് നിന്നെ നീന്ന് വിളിക്കേണ്ട അവസ്ഥ വന്നത്. അത് നിൻ്റെ ഉമ്മാരെ കുഴപ്പമല്ല, നിൻ്റെ കുഴപ്പമാണ്. വെറുതെ എന്തിനാ നീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ, ആൾക്കാർ അറിയാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ വന്ന് വിളമ്പണ്ട. അത് നിനക്ക് തന്നെ മോശാനിച്ചില്ല. ഇപ്പോൾ ഒരു കാര്യം, ഇതിനൊരു അറുതി വേണം. എനിക്ക് മുറ്റത്തിറങ്ങണം. ഞാൻ അടിമയല്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണം. അപ്പോൾ ഒരു വിവരമില്ലാത്ത ഈ തള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഉമ്മാനോടും മോളോടും പോരാടുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നജിലാക്ക് ഇതുവരെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലാന്ന് തോന്നുന്നു. കാരണം ഇപ്പം അത് ഇവളെ ഉമ്മാനോടും ഇവളെ മോളോടും കൂടെ യുദ്ധം ചെയ്ത് നേടേന് സ്വാതന്ത്ര്യം. കാര്യമുണ്ട്. തള്ള എന്ന നിലയ്ക്ക് ഇതിനകത്ത് വേറെ ആരും പ്രശ്നക്കാരില്ല, സഹോദരങ്ങളില്ല, വേറെ ആരും പ്രശ്നക്കാരില്ല. ഇവരാണ് പ്രശ്നം. എൻ്റെ ഉമ്മ എന്ന് പറയുന്നത് അന്നും ഇന്നും യൂട്യൂബ് ചാനലിൽ കയറി പല ഇതും നിങ്ങൾ ഇന്നലെ പറഞ്ഞു 100 മാപ്പിളയിലൂടെ പുറത്ത്. ഞാൻ യൂട്യൂബ് ചാനലിൽ എന്തെങ്കിലും നിങ്ങളെ കുറിച്ചിട്ട് ഇപ്പം പറയുന്നുണ്ടോ?
യൂട്യൂബ് ചാനലിൽ സ്വന്തം ഉമ്മാനെ കുറ്റം പറയുന്ന രണ്ടാൾക്കാരെ എനിക്കറിയൂ. ഒന്ന് ഷാജിദ ഷാജി, രണ്ടാമത്തത് ഇവള്. ഇപ്പം ഷാജിദ ഷാജി ഏകദേശം ഓരോന്നൊക്കെ മനസ്സിലായിട്ടാന്ന് തോന്നുന്നു. ഇപ്പം ഉമ്മാൻ്റെ വീഡിയോ ഒന്നും ഇടാറേയില്ല, അവനവൻ്റെ വ്ളോഗ് ഇട്ട് നടക്കുകയാണ്. പക്ഷേങ്കിൽ ഇവളിപ്പോഴും ഈ ഉമ്മാൻ്റെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത്ര. നിങ്ങൾ ഒരിക്കലും നിങ്ങളെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ യൂട്യൂബിൽ കൊണ്ടുവരരുത്. ഇതിനേക്കാൾ നല്ല എന്തെല്ലാം വീഡിയോസുകളുണ്ടാവും മനുഷ്യന്മാർക്ക് ഉപകാരമുള്ളത്. അങ്ങനത്തെ ഒക്കെ വീട്ടിൽ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു വേദിയല്ല, ഒരു പ്ലാറ്റ്ഫോമല്ല, ഒരു സ്റ്റേജല്ല ഇത്. മറിച്ച് നാട്ടിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാം യൂട്യൂബിലൂടെ. നിങ്ങൾ പറഞ്ഞതിന് മറുപടി ഞാൻ പറയും, അത് എവരെ ഉമ്മ പറഞ്ഞാലും ഞാൻ പറയും. കാരണം എന്ന് വെച്ചാലേ, നിങ്ങൾക്ക് പൊള്ളുന്നത് പോലൊരു മനസ്സ് എനിക്കും ഉണ്ട്. നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു. നിങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ കുട്ടിയെ കൊണ്ടുപോയി കാറിൻ്റെ നടുക്കിരുത്തി നമ്മൾ വേറൊരു ചാനൽ വഴി അത് എന്ത് കഷ്ടപ്പെട്ടിട്ടാണെന്നറിയാമോ? ഈ വയറും കൊണ്ട് ചൈൽഡിലും അവിടെയും ഇവിടെയും കയറാത്തട മൊത്തം നിങ്ങൾ കയറ്റിച്ച്, നാണം കെടുത്താത്തട മൊത്തം ആ ചൈൽഡിൽ അന്ന് വന്ന് അവിടെ ഇരുന്ന ഒരു 95 പേരെടുത്തും അല്ലേക്കാ, 95 പേരെടുത്തും എന്തെല്ലാം പറഞ്ഞ് പരിഹാസ കഥാപാത്രമാക്കി. നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? അവർക്കൊന്നും കിട്ടാനില്ല, മറിച്ച് നിനക്ക് ഒരുപാട് നാണക്കേടായി. അതുകൊണ്ട് തന്നെ പറഞ്ഞിന് ഒരിക്കലും ഇങ്ങനെയുള്ള എല്ലാ വചനങ്ങളും ഉണ്ടായ വചനങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും യൂട്യൂബിൽ വന്ന് വിളമ്പരുത്. വിളമ്പിക്കഴിഞ്ഞാൽ ഇതുപോലെ നാലാളടിയിൽ ചെയ്യാൻ പറ്റാത്ത ഒരു നാണക്കേടിലാവും. ഞാനൊരു ഇണയെടുത്തത് എനിക്കിഷ്ടം ആയതുകൊണ്ട് തന്നെയാണ്. നിങ്ങൾ നല്ലൊരുത്തനെ പിടിച്ച് എന്തുകൊണ്ട് കെട്ടിക്കാത്തത്? അത് നമ്മുടെ വിവാഹ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ലൈഫ് പാർട്ട്ണർ വിഷമം പിടിച്ചതാണെങ്കിൽ, ഒരു വിവരദോഷിയാണെങ്കിൽ, അതൊരിക്കലും നമ്മളെ രക്ഷിതാക്കളെ കുറ്റം പറയാൻ പാടില്ല. അത് നമ്മളെ വിധിയാണെന്ന് കണക്കൂട്ടിക്കൊള്ളുക. ഈ രക്ഷിതാക്കളായാലും പിന്നെ മറ്റുള്ളവർ കല്യാണം കഴിക്കുന്ന ആദ്യം കഴിച്ച് നോക്കിയിട്ടൊന്നുമല്ലല്ലോ ജീവിതം തിരഞ്ഞെടുക്കൽ. അത് പിന്നെ ഓരോരാളെ ഭാഗ്യം പോലെ വരും. നിങ്ങൾക്ക് ഇപ്പോഴും ഞാൻ ഒരു കാര്യം അറിയോ, നീ ഒരിക്കലും ഒരു ഭർത്താവിന്റെ കീഴിൽ ജീവിക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഒരൊറ്റ കാര്യം ഞാൻ പറയണ്ടേ, ഞാൻ 4 ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. ഞാൻ എടി, നീയൊരു പെണ്ണാണ്. പെണ്ണായ നീ ഒരിക്കലും ഒരു 4 ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു എന്ന് പറയല്ല. അതിലിപ്പരം നാണക്കേട് വേറൊന്നുമില്ല. ഒരാണാന്ന് 4 പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഒരു അഭിമാനം കൊണ്ട്. ഇത് പെണ്ണായ ഇവളാന്ന് പറഞ്ഞ് ഞാൻ 4 ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചു. ഇതേ ഇവക്ക് വിളമ്പാനുള്ളൂ. റഹീമിന്റെ കൂടെ ഭാര്യ ഭർത്താവായിട്ട് നിന്നിട്ട് 2012 തൊട്ട് 2016 വരെ. നിന്റെ റഹീമിൻ്റെ കൂടെ നീ 4 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി നിന്ന്, പിന്നെ ബാക്കിയുള്ള കൊല്ലം നീ ചങ്ങായിമാരായിട്ടാണ് നിന്നിന്. നിൻ്റെ ഓരോ കുലിസിതം. ഇവളെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ എത്ര അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, നാണും മാനും ഇല്ലാണ്ട്. അതുകൊണ്ട് എന്തായി, യൂട്യൂബിലിട്ടത് കൊണ്ട് ഒരുപാട് പൈസ അതുകൊണ്ട് കിട്ടിയില്ലേ. വേറെ കണ്ടന്റ് ഏടും തിരഞ്ഞു പോകാനുമില്ല. അവനവൻ്റെ ജീവിതം വെച്ചിട്ട് തന്നെ പൈസ ഉണ്ടാക്കാം. നിങ്ങൾക്ക് എല്ലാം പറയാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നേർക്ക് നിന്നിട്ട് വലിയൊരു ചാനലിനെ വിളിക്കാം. വേണ്ട, എന്തിനാണ് നമ്മളെ വീട്ടിൽ വേണ്ട, അതൊന്നും സംസാരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ തെറിവിളി ഇനി സംസാരിക്കാനൊന്നും പറ്റില്ല. കൈവിട്ട് പോയല്ല. അതുകൊണ്ട് മാന്യമായിട്ടൊന്നും ഇനി അവരെന്റെ കോമ്പൗണ്ടിൽ കയറണ്ട. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, എനിക്ക് ചീത്തവിളിയൊന്നും കേൾക്കാൻ പറ്റൂല. ഞാനൊരൊറ്റ കാര്യം പറഞ്ഞോളൂ, ഞാൻ കല്ലമ്പല ന്യൂസിനെയോ അല്ലെങ്കിൽ വിസ്മയ ന്യൂസിനെയോ വിളിക്കാൻ തയ്യാറാണ്. നിങ്ങൾ പബ്ലിക്കിന്റെ മുമ്പ് മുഖം മറയ്ക്കാതെ മാതൃഭൂമിയെ ആരെ വേണം വിളിക്കാൻ തന്നെ ഇതാക്കി ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് നിന്ന് നിങ്ങൾക്കുണ്ടായ ഇൻസിഡന്റ്, എന്നിൽ നിന്നുണ്ടായത് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം. നീ നിന്റെ സ്വന്തം ചാനലിലിട്ടിട്ട് നാറ്റിയത് പോരാഞ്ഞിട്ടാണോ അതിന് മനോരമക്കാരെയും മാതൃഭൂമിക്കാരെയും മറ്റുള്ള ചാനലുകാരും ഒക്കെ വിളിച്ചിട്ട് വീണ്ടും നീയും നിൻ്റെ ഉമ്മയും നാറാൻ വേണ്ടിയിട്ട്? ഇത് നീ നിൻ്റെ ഉമ്മാനെ ഉദ്ദേശിച്ചിട്ടാണ് നീ നടത്തുന്നുണ്ടെങ്കിൽ, നാട്ടക്കേസ് നടത്തുന്നുണ്ടെങ്കിൽ അതിൽ നാറുന്നത് നീയാണ്, നിൻ്റെ ഉമ്മയല്ല. കാരണം നിൻ്റെ ഉമ്മ ഒരിക്കലും പബ്ലിക്കിൽ വന്നിട്ട് ഇതിന് മറുപടി പറയുന്നില്ല. നിൻ്റെ ഉമ്മ നിന്നോട് വീട്ടിൽ നിന്ന് എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള മറുപടി നീ യൂട്യൂബിൽ വന്ന് പറയുന്നിടത്തോളം കാലം നിൻ്റെ വിലയാണ് നഷ്ടപ്പെടുന്നത്. ഞാൻ സംസാരിക്കുമ്പോൾ തെളിവുകൾ നിരത്തിയേ സംസാരിക്കുള്ളൂ. ഇത് മുമ്പ് ഷാജിദ ഷാജി പറഞ്ഞ പോലെ, കാരണം എൻ്റെ അടുത്തല്ല തെളിവുകളും ഉണ്ട്. ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് തെളിവടക്കി സംസാരിക്കൂലൂ. അതെൻ്റെ കയ്യിൽ ഭദ്രമായി ഉള്ളത് കൊണ്ട് ഇത്ര ധൈര്യത്തിൽ പറയുന്നു. അപ്പോൾ ഇവള് പറയുന്നട്ടാ, ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെളിവുകളടക്കം കാണിച്ചിട്ടേ പറയും കേട്ടെ. അതുകൊണ്ട് ഈ എന്ത് പ്രശ്നമുണ്ടായി എന്നും, പക്ഷെ അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ആർക്കെന്നറിയാമോ? മസ്റൂറാക്ക്.
വേറെ ഒന്നും കൊണ്ടല്ല. അവളും വരണം. അവളാണ് ഈ പ്രശ്നങ്ങൾക്ക് മൊത്തം കാരണവും തുടക്കവും ഒടുക്കവും അവിടെയാണ്. കുറച്ചെങ്കിലും ബുദ്ധിയും വിവരവും ഇവൾക്കല്ല, ഇവളെ കല്യാണം കഴിച്ച് ഷാനിന് നമ്മൾ പ്രതീക്ഷിച്ചിന്. ഇപ്പം ഇവളാൻ കാട്ടി വിവരമില്ലാത്തതാണ് ഷാന്. ഇവർ രണ്ടാളും കൂടി പോരാടുന്ന്, ഇവർ രണ്ടാളും കൂടി യുദ്ധം ചെയ്യുന്ന ആ ഒരു 11 വയസ്സായ ആ ഒരു കുട്ടിയോടാണ്. വെറും പച്ച മലയാളത്തിൽ പറഞ്ഞ തീട്ടെന്നാറുന്ന കുട്ടിയോട്. ഒരു വിവരം വെച്ച കുട്ടികൾ, പ്രായപൂർത്തിയായ ഒരു കുഞ്ഞല്ല, ചെറിയ ഒരു 11 വയസ്സായ കുട്ടിയോടാണ് ഇത്രയും വലിയ മാതാപിതാക്കൾ പോരാടുന്നത്. അപ്പം നിങ്ങളെ വില എത്രത്തോളം ഈ സമുദായത്തിലുണ്ടെന്ന് എല്ലാവർക്കും അറിയാം.